കളങ്കാവൽ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വന്നത് മമ്മൂക്ക ഇങ്ങനെ സിഗരറ്റ് കടിച്ചു പിടിച്ചിരിക്കുന്ന രീതിയിലാണ്. അത് കണ്ട സമയം തൊട്ടേ എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന കാര്യമാണ്. എന്താണ് വരാൻ പോകുന്നത്? ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. മമ്മൂക്കയുടെ എക്സ്പ്രഷൻ, അറ്റയർ, മമ്മൂക്ക തന്നെ റിവീൽ ചെയ്ത കാര്യമാണ്. ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഒരുപക്ഷെ നമുക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയില്ല, പക്ഷേ ആ കഥാപാത്രത്തെ നമ്മൾ തിയേറ്ററിൽ ഉപേക്ഷിച്ച് വരില്ല എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് അത്രത്തോളം ആൻറ്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അത് മമ്മൂക്ക തന്നെയാണ്. കാരണം 8 മാസത്തെ ബ്രേക്കിന് ശേഷം അദ്ദേഹത്തെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുകയാണ്. മമ്മൂട്ടി എന്ന നടൻ്റെ കഴിഞ്ഞകാല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ താരം എന്നതിലുപരി കഥയ്ക്കും കഥാപാത്രത്തിനും പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെ ഇൻ്റർവ്യൂവിൽ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പല താരങ്ങളും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണുന്നതാണ് മമ്മൂക്ക എന്ന നടൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ കരിയർ ടൈമിൽ ചൂസ് ചെയ്യുന്ന വിഷയങ്ങളും. ഈ സിനിമയെ സ്പെഷ്യലാക്കുന്ന വേറൊരു ഫാക്ടറാണ് ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ. കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് കളങ്കാവൽ. റിയൽ ലൈഫ് ഇൻസിഡൻസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർക്കാൻ കഴിയുന്ന കഥാകൃത്താണ് അദ്ദേഹമെന്ന് കുറുപ്പ് എന്ന സിനിമയിലൂടെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. കളങ്കാവലിനെ പറ്റി ടി സ്റ്റുഡിയോയ്ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ദിസ് ഫിലിം ഇസ് ഹെവിലി ഇൻസ്പയർഡ് ഫ്രം റിയൽ ലൈഫ് ഇൻസിഡൻസ് ബട്ട് വിത്ത് സം ഫിക്ഷൻസ്. കളങ്കാവിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രേക്ഷക എന്ന നിലയിൽ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിനായകൻ മമ്മൂക്ക കോമ്പിനേഷനാണ്. ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമയാണ് കളങ്കാവൽ. 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള മാൻ ടു മാൻ ഇൻവെസ്റ്റിഗേഷൻ എന്നും പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച ഒരു സ്ക്രീൻ പ്ലേ ആണ്. ആ കഥാപാത്രങ്ങൾ വേഴ്സറ്റൈലായിട്ടുള്ള 2 നടന്മാരാണെങ്കിൽ ആ സ്ക്രീൻ പ്ലേക്ക് ബലം കൂടും. വിനായകൻ മമ്മൂക്ക കോമ്പിനേഷനിലൂടെ അത്തരത്തിലുള്ളൊരു പുതിയൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് കളങ്കാവിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ സിനിമയെ സ്പെഷ്യലാക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി ആണെന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ സിനിമകളെക്കാൾ ഉപരി എക്സ്പീരിമെൻ്റൽ ആയിട്ടുള്ള ഡെപ്തായിട്ടുള്ള കഥകളാണ് ഈ ബാനർ നിർമ്മിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് മമ്മൂക്കയെ പോലെ തന്നെ. ആദ്യ ഷോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ഓഡിയൻസ് എന്ന നിലയിൽ സ്പോയിലർ ഒന്നുമില്ലാതെ കഥകൾ പങ്കിടാതെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ്. നമ്മുടെ കഥകൾക്കും നമ്മുടെ അഭിനേതാക്കൾക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. അങ്ങനെയുള്ള കഥകൾ വരുന്ന മോളിവുഡിലേക്ക് ഒരു സിനിമ കൂടി എത്തിയിരിക്കുകയാണ്. കളം നിറയുന്ന കളങ്കാവൽ.